നമ്മൾ ചോദിക്കയാണെന്നീ വാൽമീകി രാമനെ കൊണ്ടെന്നെ വേൽപ്പിക്കുന്നു. അമ്മ സാമശ്വസിപ്പിച്ചു പെൺകുട്ടികൾ കിമ്മട്ടിയിലുണ്ടോരു കർമ്മം കുഞ്ഞേ. ഇത് വള്ളത്തോളിന്റെ കൊച്ചു സീത എന്ന കൃതിയിൽ കൊച്ചു സീത രാമായണം എടുത്തു വെച്ച് വായിച്ചിട്ട് ചോദിക്കുകയാണ്, ഈ രാമനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കുന്നത് എന്തിനാണ് എന്ന് വെച്ചാൽ സീതയും രാമനും ജനിക്കുന്നതിന് മുമ്പ് വാൽമീകി രാമായണം എഴുതിയെന്നാണ് അവിടെ സ്ഥാപിക്കുന്നത്. ഓട്ടെ, നമുക്ക് അതൊന്നും ഇവിടെ എടുക്കേണ്ട കാര്യമില്ല. ഇവിടെ ഇത് പറയാൻ കാര്യം, തിരുവനന്തപുരത്ത് നിന്ന് സംഗീതയുടെ ഭർത്താവ് രാജേന്ദ്രനും വളരെ കാര്യഗൗരവമായിട്ട് വളരെ ദയനീയമായിട്ട് ഒരു വീഡിയോ മെസ്സേജ് എനിക്ക് തന്നിരിക്കുകയാണ്. ഞങ്ങളുടെ ജാതകം നേരത്തെ ജ്യോത്സ്യൻ നോക്കി ചേർത്തതാണ്. ഈ അടുത്ത കാലത്ത് ഒരു ജ്യോത്സ്യനെ കാണിച്ചപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് ആയുസ്സിന് ദോഷമുണ്ട്, ദശാസന്ധിയുണ്ട് എന്നാണ് പറഞ്ഞത്. വിഷമത്തിലായി. ദശാസന്ധി. അപ്പൊ ഈ ദശാസന്ധി എന്താണെന്ന് സാറ് പറയണം, തന്നെയല്ല ഒരു വീഡിയോ ചെയ്യണം എന്ന് ആണ് അവരുടെ അഭ്യർത്ഥന. ഞാൻ അവർക്ക് ദശാസന്ധി എന്താണെന്ന് പറഞ്ഞു കൊടുത്ത് അവരുടെ ദശാസന്ധിയുടെ കാര്യങ്ങളൊക്കെ കൂട്ടി നോക്കി കഴിഞ്ഞപ്പോൾ അവർക്ക് ദശാസന്ധി ഒന്നുമില്ല. അവരുടെ ജാതകത്തില് ദശാസന്ധി ഇല്ല. ഒരാൾക്ക് ശനിദശ പോകുമ്പോൾ ഒരാൾക്ക് രാഹുദശ പോകുന്നുണ്ട്. അതിന് ഒന്നിച്ചില്ലാനും കൊല്ലത്തിന്റെ ഗ്യാപ്പുണ്ട്. തിരുവനന്തപുരം ജ്യോതിഷി അത് വെറും 4 മാസത്തെ ഗ്യാപ്പാക്കി മാറ്റി ഇവരെ പേടിപ്പിച്ച് വളരെ വലിയ പൂജകളും അതുപോലെ യന്ത്രങ്ങളും ഒക്കെ ഉറുപ്പടിയായി കുറിച്ചേക്കാണ്. ഉടനെ നടത്തണം, അല്ലെ തട്ടിപ്പോവും. പ്രശ്നമാണ്. ആയുസ് എന്ന് പറയുന്ന പ്രശ്നം, ജീവൻ എന്ന് പറയുന്ന പ്രശ്നം എല്ലാവർക്കും വലുതല്ലേ. അവരുടെ ഭാഗ്യത്തിനോ ഭാഗ്യദോഷത്തിനോ നമ്മുടെ വീഡിയോകൾ കാണാനിടയായി. ഈ വീഡിയോകൾ കണ്ട് അതിൽ അവർ ആകൃഷ്ടരായി അവര് എന്നെ സമീപിച്ചു. ഞാൻ ഈ 2 ജാതകങ്ങളും എടുത്ത് ഇവരുടെ ദശകൾ കൂട്ടി നോക്കി, പോരാത്തതിനെ കമ്പ്യൂട്ടറിൽ കൊടുത്തു നോക്കി. 1 കൊല്ലവും 2 മാസവും ഗ്യാപ്പാണ് 2 ദശയും തമ്മിൽ. അതാണ് 4 മാസമാക്കി മാറ്റി ആളുകളെ വലച്ചു കളഞ്ഞത്. എന്താണ് ഈ ദശാസന്ധി എന്ന് പറയുന്നതിന് മുമ്പ് വാൽമീകി സീതയെ കുറിച്ച് വാൽമീകി ചെയ്ത രാമായണത്തെ കുറിച്ച് വള്ളത്തോൾ പറഞ്ഞ കാര്യം പറയാൻ ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യം. അപ്പോ ഇത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പല തട്ടിപ്പുകളും നടക്കുന്നുണ്ട്. ദശാസന്ധി ഇല്ലാത്തവരെ ദശാസന്ധിയാക്കും, അതുപോലെ ഉള്ളവരെ ഇല്ലാതാക്കും, അതിന് പൂജ്യമാക്കും, പേടിപ്പിച്ച് അവരെ കൊല്ലും. ഇങ്ങനെയൊക്കെ ഉള്ളൊരു അന്തരീക്ഷത്തിലാണ് നമ്മുടെയൊക്കെ പോക്ക്. ആശുപത്രിക്കാരും ഇവരും ഒക്കെ ഒരുപോലെയാണ്. കാരണം ചോരയുള്ള ഒരു അകിട്ടിലും ചോര തന്നെ കൊതുകിന് കുതൂഹലം എന്ന് പറഞ്ഞ കവി എത്ര ഭാവനാസമ്പന്നനാണ്. കാരണം മറ്റൊരാളുടെ വിഷമത്തിൽ നിന്ന് ധനലാഭം ഉണ്ടാക്കുക, അതാണ് ഇവിടെ നടക്കുന്ന സംഭവം. അപ്പോ ഇത്രയും കാര്യം പറഞ്ഞു. ഇനി ദശാസന്ധി എന്താണ്? പല ജ്യോത്സ്യന്മാരും പറയും, ഇപ്പോ ഒരാൾക്ക് രാഹു ദശയിൽ നിന്ന് വ്യാഴദശയിലേക്ക് പോകുന്നു, അവിടെ ദശാസന്ധി വരും. ഇല്ല, അവിടെ ദശാസന്ധി വരുന്നില്ല. ഒരു ദശയിൽ നിന്ന് മറ്റൊരു ദശയിലേക്ക് പോകുമ്പോൾ അവിടെ ദശാസന്ധി എന്ന് പറയുന്ന അവസ്ഥ വരുന്നില്ല. പാമ്പ് പടം പൊഴിക്കുന്ന രീതിയിൽ ഒരു ദശയിൽ നിന്ന് മറ്റു ദശയിലേക്ക് പോകുന്നു. ഇതാണ് ദശാസന്ധി. ഇവര് പറയും ഒരു ദശാസന്ധി എന്ന് എഴുതി വെക്കും. അത് നമ്മൾ പേടിക്കും, വല്ലാതെ ആവും. അപ്പൊ അതിന് ചെല്ലുമ്പോഴാണ് ഈ ഉള്ള അഭ്യാസങ്ങളെല്ലാം പറയുന്നത്. ദശാസന്ധി എന്താണ്? 2 ട്രെയിൻ ഒരേ പാളത്തിലൂടെ വന്ന് കൂട്ടിമുട്ടാൻ പോകുന്നതാണ് ദശാസന്ധി. അത് വൈവാഹിക ജീവിതത്തിൽ മാത്രമാണുള്ളത്. വൈവാഹിക ജീവിതത്തിൽ വധുവിന്റെയും വരന്റെയും ദശകൾ സാധാരണഗതിയിൽ 6 മാസത്തെ ഗ്യാപ്പിന് 6 മാസത്തെ ഗ്യാപ്പെങ്കിലും ഇല്ലാതെ കടന്നു പോകുന്നത്. 6 മാസത്തെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ.
3 മാസം 2 മാസത്തെയൊക്കെ ഗ്യാപ്പിൽ കടന്നു പോകുന്നതിനാണ് ദശാസന്ധി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ രണ്ട് ട്രെയിൻ തമ്മിൽ കൂട്ടിമുട്ടുന്നു. മറ്റത് അങ്ങനെയല്ല. ഈ ഒരു ദശയിൽ നിന്ന് സാധാരണ വ്യാഴത്തിൽ നിന്ന് ശനിയിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഒരു ട്രെയിൻ പാളൻ നമ്പർ എയിലും മറ്റേത് പാളൻ നമ്പർ ബിയിലൂടെ കടന്നു പോകും, അത്രേ ഉള്ളൂ. ആ സമയത്ത് ട്രെയിൻ ഒന്ന് സ്ലോ ആക്കും. കൂട്ടിമുട്ടലും തീപ്പൊരിപ്പാറലും ആക്സിഡന്റ് ഒന്നും അവിടെ ഉണ്ടാവുന്നില്ല. അതേ സ്ഥാനത്ത് രണ്ട് ട്രെയിൻ ഒരേ പാളത്തിൽ കൂടി കയറി വന്നാൽ സംഗതി പെശകാവും. ഇതാണ് ദശാസന്ധി. ഇത് ചുരുക്ക ഭാഷയിൽ ഞാൻ പറഞ്ഞു തരികയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരെയും ഇവർ തെറ്റിദ്ധരിപ്പിക്കും, പറ്റിക്കും. അതുപോലെ ഈ ദശാസന്ധി എന്ന് പറയുന്ന സംഗതി സത്യമായിക്കൊള്ളണമെന്നില്ല. അനേകം ആളുകൾ ഇതേ സംഭവം തന്നെ പറഞ്ഞു വന്ന് ഇവരുടെ രണ്ടുപേരുടെയും ഭാര്യയുടെയും ഭർത്താവിന്റെയും ദശകൾ കൂട്ടി നോക്കിയപ്പോൾ പലർക്കും 2 മാസത്തെ ഗ്യാപ്പോ 3 മാസത്തെ ഗ്യാപ്പോ പറഞ്ഞ് വിഷമിപ്പിച്ചത് 1 കൊല്ലത്തെയും 8 മാസത്തെയും 7 മാസത്തെയും ഗ്യാപ്പായി മാറുന്നതും കണ്ടിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇന്നിപ്പോ കമ്പ്യൂട്ടറൈസ്ഡ് ആണ് പല കാര്യങ്ങളും. കണക്കുകൾ കമ്പ്യൂട്ടറിനെ പറ്റിക്കാൻ പറ്റില്ല. മറ്റത് അതല്ല, കൈകൊണ്ട് എഴുതുകയാണ്. കൈകൊണ്ട് എഴുതി കണക്ക് കൂട്ടാൻ അറിയാൻ പാടില്ലാത്തവനും അറിയുന്നവനും എല്ലാം ദശകളൊക്കെ കൂട്ടി ഈ കുഴപ്പങ്ങളും കുട്ടീശ്വരങ്ങളും ഉണ്ടാക്കും. ഇത് വലിയ ഒരു വിഭാഗം ആളുകളെ ബുദ്ധിമുട്ടിലാക്കും. അവരെ ബുദ്ധിമുട്ടിലാക്കി അവരെ വിഷമിപ്പിച്ചാലല്ലേ കാര്യം നടക്കുള്ളൂ. ഇത് എഴുതുന്നവൻ അങ്ങനെയൊന്നും അറിഞ്ഞിട്ടല്ല ചെയ്യുന്നത്. ഒരു കുട്ടിയുടെ ജാതകമൊക്കെ കുറിക്കുന്ന സമയത്ത് നവാംശകം ഉണ്ടാക്കാനും അതുപോലെ ശിഷ്ടദശ ഗണിക്കാനും വലിയ കാര്യമായിട്ട് ഒരു 100 പേരിൽ 10 പേർക്കൊക്കെ പ്രാപ്തി ഉണ്ടാവുള്ളൂ. അല്ലാത്തവരും ഇതൊക്കെ ചെയ്തു കൊടുക്കും, കാശും മേടിക്കും. പക്ഷെ ചെയ്തു കൊടുക്കുന്ന ആളുകൾ കണക്കിൽ വരുന്ന പെശക് കൊണ്ടും കൂട്ടലിൽ വരുന്ന തെറ്റുകൊണ്ടും 6 മാസം 7 മാസം 1 കൊല്ലം വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അവിടെയാണ് പ്രശ്നം. അപ്പൊ വിവാഹ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ ഈ ജാതകം എടുത്തു വെച്ച് ഒരു ജ്യോത്സ്യം നോക്കി ഇവിടുത്തെ ദശ കൂട്ടി നോക്കി അവിടുത്തെ ദശ കൂട്ടി നോക്കി അതിൽ ദശാസന്ധി ഇല്ല, പാസ്സാക്കി. അത് കഴിഞ്ഞ് പിൽക്കാലത്താണ് എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഇപ്പൊ കമ്പ്യൂട്ടർ യുഗമാണ്. ഏതാർക്കും ഇത് കമ്പ്യൂട്ടറിൽ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായ ദശ കിട്ടും, കൃത്യമായ ബാലൻസ് ദശ കിട്ടും, കൃത്യമായ നവാംശകം കിട്ടും. അപ്പോഴാണ് ദശകൾ മനസ്സിലാവുന്നത്. ഇവിടെയാണ് നമ്മുടെ വിഷയം വരുന്നത്. ദശാസന്ധി എന്താണ്? ദശാസന്ധി എന്ന് പറയുന്നത് സാധാരണഗതിയിൽ വധൂവരന്മാരുടെ ജാതകത്തിൽ ഓരോ ദശയും കടന്നു പോകുന്നത് 1 വർഷത്തെയെങ്കിലും ഗ്യാപ്പ് വേണം. ഉദാഹരണം, ഇവിടെ നമ്മുടെ സംഗീതയുടെ വ്യാഴദശ കടന്നു പോകുന്നു. 2024 മെയ് മാസത്തിൽ കടന്നു പോകുന്നു. അതേസമയം അവരുടെ ഭർത്താവ് രാജേന്ദ്രന്റെ രാഹു ദശ കടന്നു പോകുന്നത് 2025 മെയ്യിലാണ് യഥാർത്ഥത്തിൽ. പക്ഷെ നമ്മൾ കണ്ടപ്പോൾ ഇതിന്റെ ഗ്യാപ്പ് കേവലം കുറച്ച് മാസങ്ങളേ ഉള്ളൂ. അതാണ് ഇവരെ പേടിപ്പിക്കാനും പീഡിപ്പിക്കാനും ഒക്കെ ശ്രമം നടന്നത്. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ദശകൾ ഇങ്ങനെ ദശാസന്ധി എന്ന് പറഞ്ഞു വരുമ്പോൾ നമ്മളൊന്ന് നോക്കണം. നമ്മൾ ഒന്നുകൂടി കൂട്ടി നോക്കാൻ പ്രാപ്തിയില്ലാത്തവരാണെങ്കിൽ കമ്പ്യൂട്ടറിൽ ഈ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്താൽ ഇതിന്റെ കൃത്യമായ ദശകൾ നമുക്ക് കിട്ടും. കമ്പ്യൂട്ടർ കണക്ക് ഒരിക്കലും കുഴപ്പത്തിൽ കലാശിക്കില്ല, തെറ്റിക്കില്ല. പ്രവചനങ്ങളൊക്കെ തെറ്റായിരിക്കും, പ്രവചനങ്ങളൊക്കെ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കും. ആ സ്ഥാനത്ത് കണക്കിന്റെ കാര്യത്തിൽ 2 കൂടി കമ്പ്യൂട്ടർ 4 തന്നെ പറയുള്ളൂ. ഇവിടെ നമ്മുടെ ജ്യോത്സ്യന്മാരെന്ത് ചെയ്യും? 2 3 പറയും. അപ്പൊ സംഗതി പ്രശ്നമായി. ഇവിടെയാണ് ഈ നമ്മുടെ കഥയുടെ ഉത്ഭവം തന്നെ. ഇത് ഒരു കഥയല്ല, അനേകം കഥകൾ ആളുകളെ ചിറ്റിക്കുകയും പറ്റിക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പിന്നെ ദശാസന്ധിയെ കുറിച്ച് പറഞ്ഞാൽ ദശാസന്ധി ഒരു വസ്തുതയാണ്. ദശാസന്ധി ഉണ്ടെങ്കിൽ സാധാരണഗതിയിൽ 6 മാസത്തെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ജാതകം ചേർക്കാം. ഒരു ശുഭനും ഒരു പാപനുമാണ് പോണതെങ്കിൽ ഇനി 4 മാസമോ 3 മാസമോ ഗ്യാപ്പാണെങ്കിലും അവിടെ പ്രശ്നമില്ല. അതേ സ്ഥാനത്ത് 2 പാപന്മാരാണ് കടന്നു പോകുന്നത്. ശനിയും രാഹുവും കടന്നു പോകുന്നു, അല്ലെങ്കിൽ കേതുവും ചൊവ്വയും കടന്നു പോകുന്നു. 2 പേർക്കും, ഒരാൾക്ക് ചൊവ്വ ഒരാൾക്ക് കേതു, ഒരാൾക്ക് രാഹു ഒരാൾക്ക് ശനി. ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. അപ്പൊ നമുക്ക് 6 മാസമെങ്കിലും, 6 മാസം മുതൽ 1 കൊല്ലം വരെയെങ്കിലും ദശകൾക്ക് ഗ്യാപ്പ് കിട്ടിയാൽ നല്ലത്. ആ സ്ഥാനത്ത് ഒരാൾക്ക് ശുക്രൻ കടന്നു പോകുന്നു, മറ്റേ ആൾക്ക് വ്യാഴമാണ് കടന്നു പോകുന്നതെങ്കിൽ
ഒരു 4-5 മാസത്തെ ഗ്യാപ്പ് മതി, അത് കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. ഇനി ദശാസന്ധി വന്നാലത്തെ കാര്യം എന്താണ്? ഇവര് മരണമാണ് പ്രവചിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം ഇല്ല. മരണം അവിടെ ഉണ്ടാകണമെങ്കിൽ ആ സ്ത്രീ ജാതകത്തിലോ പുരുഷ ജാതകത്തിലോ മാരകത്വമുള്ള ഗ്രഹം 8-ലോ അതുപോലെ ദുസ്ഥാനത്തോ നിൽക്കണം. പക്ഷെ ദശാസന്ധിയുടെ ഫലം എന്താണ്? ദശാസന്ധി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പേടിപ്പിച്ച് അനേകം കല്യാണങ്ങൾ മുടങ്ങിയും മുടക്കാതെയൊക്കെ പോകുന്നുണ്ട്. ദശാസന്ധിയുടെ ഫലം എന്ന് പറഞ്ഞാൽ രോഗം, ദുരിതം, ദാരിദ്ര്യം, തത്സമയത്ത് ആ ദശകൾ കടന്നു പോകുന്ന സമയത്ത് നിലച്ചിരിക്കാത്ത അപകടങ്ങള്, മോട്ടോർ സൈക്കിൾ ആക്സിഡന്റ്, കാർ ആക്സിഡന്റ്, അതുപോലെ ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ, ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ, അതുപോലെ ദാരിദ്ര്യം, നിലച്ചിരിക്കാതെ ജോലികൾ നഷ്ടപ്പെടുക, അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെ കുലുമാലുകൾ ഉണ്ടോ അത് മുഴുവൻ ഈ ദശാസന്ധി സമയത്ത് വരും. അപ്പൊ ദശാസന്ധി എന്ന് പറയുന്ന സംഗതി നമ്മൾ 10 പൊരുത്തം നോക്കിക്കഴിഞ്ഞാൽ പിന്നെ പ്രധാനമായിട്ട് നോക്കുന്നത് പാപസാമ്യം ദശാസന്ധി. രണ്ടുപേരുടെയും ദശകൾ നമ്മൾ കൂട്ടി നോക്കിയിട്ട് അതിന് എത്ര മാസത്തെ അല്ലെങ്കിൽ എത്ര കൊല്ലത്തെ അകലമുണ്ട് എന്ന് നോക്കും. അപ്പോ അതാണ് യഥാർത്ഥ വസ്തുത. ആ യഥാർത്ഥ വസ്തുതയിൽ വെള്ളം ചേർക്കുകയും ആ യഥാർത്ഥമായ കാര്യങ്ങൾ കൃത്യമായി ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ പൊതുജനം അവധിപ്പെട്ടു. അവര് ഈ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളിൽ പെടുന്നു. ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ പുരുഷന്റെ വിവാഹം ചേർക്കുമ്പോൾ ദശാസന്ധി കൃത്യമായി നോക്കിയിരിക്കണം. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ഒരു ശുഭനും ഒരു പാപനും ആണ് 4-5 മാസത്തെ ഗ്യാപ്പിൽ കടന്നു പോകുന്നതെങ്കിൽ നമുക്കത് പാസ്സാക്കാം. കാരണം ശുഭൻ ശുഭന്റെ വഴിക്കും പാപൻ പാപന്റെ വഴിക്കും പോകും, കൂട്ടിമുട്ടൂല. അവര് ശുഭന്റെ എന്ന് വെച്ചാൽ സ്വാത്വിക സ്വഭാവം ഉള്ളതുകൊണ്ട് അവൻ അല്പം വഴിമാറി കൊടുക്കും, പാപൻ അവൻ വന്ന വഴിയിൽ ഞെളിഞ്ഞങ്ങനെ പോകും, അത്രേ ഉള്ളൂ. അതേ സ്ഥാനത്ത് 2 പാപന്മാരാണ് പോകുന്നതെങ്കിൽ നമ്മൾ ആ ദശാസന്ധിയെ വളരെ കാര്യഗൗരവമായിട്ട് പരിഗണിക്കണം. അത് തന്നെയല്ല, വിവാഹത്തിന് ശേഷം 12 കൊല്ലം കഴിഞ്ഞിട്ട് വരുന്ന ദശാസന്ധിക്ക് ബലം കുറയും. കാരണമുണ്ട്. കുട്ടികളുടെ ജനനം പെൺകുട്ടികളുടെ ഭാഗ്യനിർഭാഗ്യങ്ങൾ അച്ഛനും, ആൺകുട്ടികളുടെ ഭാഗ്യനിർഭാഗ്യങ്ങളെല്ലാം അമ്മയ്ക്കും ലഭിക്കും. അപ്പൊ കുട്ടികളുടെ ജാതകത്തിൽ ചിലപ്പോൾ ഇവർക്ക് വലിയ ഗുണങ്ങളുണ്ടാവും. അപ്പൊ കടുത്ത ദശാസന്ധി പോലും അത് മാറ്റിക്കളയും. അങ്ങനെ ഒരു കാര്യമുണ്ട്. ആ കാര്യം വളരെ ഫലവത്തായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ കണ്ടിട്ടുണ്ട്. ദശാസന്ധി അടുത്തടുത്ത് പോകുന്നു, അവർക്ക് യാതൊരു കുഴപ്പമില്ലാത്ത ദശ കടന്നു, പിന്നത്തെ ദശയിൽ ദശാസന്ധി വരുന്നുമില്ല. അങ്ങനെ വരുമ്പോ അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷെ വളരെ അഹങ്കാരപൂർവം ദശാസന്ധി പ്രശ്നമല്ല, ഈ ജാതകങ്ങൾ എടുക്കാം എന്ന് പറഞ്ഞ പല ജാതകങ്ങളും കുഴപ്പത്തിൽ ചാടിയതായി കണ്ടിട്ടുണ്ട്. ഒരു കാര്യം എന്റെ അനുഭവത്തിലുണ്ടായി. വലിയ ഒരു ഉദ്യോഗസ്ഥയാണ്, എവിടെയാണെന്ന് പറഞ്ഞാൽ ആളെ മനസ്സിലാവും. ആ ഉദ്യോഗസ്ഥയുടെ കീഴിൽ ഭർത്താവും വലിയ ഉദ്യോഗസ്ഥനാണ്. പക്ഷെ ഭർത്താവിന് ഭാര്യയുടെ പണിയും ഭാര്യയ്ക്ക് ഭർത്താവിന്റെ പണിയുമാണ്. ഭാര്യയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ഈ അവരുടെ ഒരേ ഒരു മകളാണ്. ആ കുട്ടി ഡോക്ടറാണ്. അപ്പൊ ഈ ജാതകം വേറൊരു പയ്യന്റെ ജാതകമായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ വിവാഹം കഴിഞ്ഞ് ഏതാണ്ട് 1 കൊല്ലോ 2 കൊല്ലത്തിനിടയിൽ, ഞാൻ ആ ഡേറ്റ് ഓർക്കുന്നില്ല, വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിനിടയിൽ ദശാസന്ധി കടന്നു പോകും. അത് പാപന്മാരാണ്, 2 പേരും പാപന്മാരാണ്. ഞാൻ പറഞ്ഞു ഇത് വർജിക്കുകയാണ് നല്ലത്. കാരണം കല്യാണം കഴിഞ്ഞ് വളരെ അടുത്ത ഒരു സമയത്ത് ഇങ്ങനത്തെ കാര്യം വന്നാൽ അത് ബുദ്ധിമുട്ടുണ്ടാകും. അത് ജീവിതത്തിന് തന്നെ വല്ലാത്ത ബാധിക്കും. അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, ഇതിനകത്ത് കേസരി യോഗം ഉണ്ടല്ലോ, മറ്റതിലും ഉണ്ടല്ലോ കേസരി യോഗം, 2ലും കേസരി യോഗം, ഒന്നിൽ ഗജകേസരി യോഗം. ഗജകേസരി യോഗം എന്ന് വെച്ചാൽ ചന്ദ്രനും വ്യാഴവും ഒരുമിച്ച് നിൽക്കുക. മറ്റൊന്നില് ചന്ദ്രന്റെ കേന്ദ്രത്തിൽ വ്യാഴം നിൽക്കുന്നു, കേസരി യോഗം. അതിൽ 84 വയസ്സ് വരെ ആയുസില്ലേ. ഇപ്പൊ 84 വയസ്സ് വരെ ആയുസുണ്ട്, അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ ആയുസ് ഉണ്ടായിട്ട് കാര്യമില്ല. പക്ഷെ ഈ സ്ത്രീ അവരുടെ അഹങ്കാരം കൊണ്ട് ഈ വിവാഹം അവർ നടത്തി. ഈ പറഞ്ഞ നമ്മളെ പരിഹസിച്ചുകൊണ്ട് അവർ വിവാഹം നടത്തി. സംഭവിച്ചത് വിധി വെറുതെ ഇരിക്കുവോ? വിധി വെറുതെ വിടുവോ? ഈ വധുവും വരനും മോട്ടോർ സൈക്കിളിന് വിവാഹാനന്തരം അങ്ങനെ സഞ്ചരിക്കുകയാണ്. വിവാഹം കഴിഞ്ഞ് 1 മാസമേ ആയിട്ടുള്ളൂ.
ഒരു റെയിൽ ക്രോസിൽ കൂടി മോട്ടോർ സൈക്കിൾ പോകുന്ന സമയത്ത് മോട്ടോർ സൈക്കിള് കല്ലിൽ തട്ടി മറിയുകയും ഇയാൾ ലെവൽ ക്രോസിൽ മലന്നടിച്ച് വീഴുകയും നട്ടലിന് ക്ഷതം പറ്റുകയും ചെയ്തു. ദീർഘായുസുണ്ട്. ഇപ്പോഴും ആ വ്യക്തി അതേപോലെ തന്നെ ആശുപത്രി കിടക്കയിലാണ്. വിവാഹം കഴിഞ്ഞിട്ട് എന്ത് കാര്യം? അയാൾക്ക് ചലനമില്ല, എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോ ദീർഘായുസ് അയാൾക്കുണ്ട്. അയാൾക്ക് 54 വയസ്സ് വരെയൊക്കെ പാസ്പോർട്ട് ഉണ്ട്. പക്ഷെ അയാളുടെ ജീവിതം നിഷ്ഫലമായി. ഇങ്ങനെയുള്ള സംഭവങ്ങളും ഇതിൽ വരുന്നുണ്ട്. അപ്പോ ദശാസന്ധിയെ നമ്മൾ ചെറുതായി കാണരുത്, പക്ഷെ ദശാസന്ധിയെ നമ്മൾ ഭയപ്പെടരുത്. ദശാസന്ധി കൂട്ടി നോക്കുക. നമ്മൾ 2 ശുഭന്മാരാണ് പോണെങ്കിൽ, ഇപ്പൊ ശുക്രനും വ്യാഴവും പോകുന്നു, അല്ലെങ്കിൽ ചന്ദ്രനും വ്യാഴവുമാണ് കടന്നു പോകുന്നത്, ദശകളിൽ കടന്നു പോകുന്നത് എങ്കിൽ നമുക്ക് 4 or 5 മാസത്തെ ഗ്യാപ്പേ കിട്ടിയുള്ളൂ എങ്കിലും അതിനെ പാസ്സാക്കാം. അതേ സ്ഥാനത്ത് അവിടെ രാഹുവും ശനിയും കടന്നു പോകുന്നു, അല്ലെങ്കിൽ രാഹുവും ചൊവ്വയും കടന്നു പോകുന്നു എങ്കിൽ 2 ട്രെയിൻ ഒരു പാളത്തിലൂടെ വരുന്നു എന്ന് നമ്മൾ കരുതി അതിന് 1 കൊല്ലത്തെ ഗ്യാപ്പോ അല്ലെങ്കിൽ ഒരു 10 മാസത്തെ ഗ്യാപ്പെങ്കിലും ഇട്ടിട്ടേ അത് പാസ്സാക്കാൻ പാടുള്ളൂ. പിന്നെ ഈ പറയുന്ന ഭാഷ്യങ്ങളാണ്. ഒരു ദശയിൽ നിന്ന് ഒരു ദശയിലേക്ക് പാമ്പ് പടം പൊഴിക്കുന്നത് പോലെ പോകുന്നതിന് ദശാസന്ധി എന്ന് പറയുന്ന ഒരു ഏർപ്പാട് നമ്മുടെ നാട്ടിലും. പാലക്കാട്ടുകാർ കൂട്ടുദശ എന്ന് പറയുന്നത്. അല്ല, ഓരോ കണ്ണൂരുകാർ വേറൊന്ന് പറയും, അതുപോലെ കോട്ടയംകാർ വേറെ ചിലത് പറയും. അങ്ങനെ കൊച്ചു കേരളത്തില് ഇത്രയും ജില്ലകളെ ഉള്ളൂ. ഈ ഓരോ ജില്ലയിലെ സംഭാഷണ രീതിയും ഓരോരുത്തരുടെയും ഓരോ കാര്യത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളും വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തമായ കാര്യത്തിൽ നിന്നാണ് നമ്മളിതെല്ലാം മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പൊ വളരെ ഗൗരവമുള്ള ഒരു വിഷയം, ഒരു ഭാര്യയും ഭർത്താവും വളരെ ദയനീയമായിട്ട് നമ്മളെ സമീപിച്ചപ്പോൾ അതിന്റെ കല്ലും നെല്ലും തിരിച്ച് കൃത്യമായ അരി അവരുടെ കയ്യിൽ കൊടുത്തു. അവരുടെ സന്തോഷം കാണേണ്ടതാണ്. അവര് രാജേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയും സംഗീതയും പറയുന്നത്, ഈ സംഭവം കേട്ടതിന് ശേഷം ഞങ്ങൾ ഏതാണ്ട് ഒരു 10 കിലോ തൂക്കം കുറഞ്ഞിട്ടുണ്ട്. രാത്രി ഉറക്കമില്ല. വഴിപാടുകളും പൂജകളും മറ്റു കാര്യങ്ങളുമായിട്ട് നമ്മൾ എന്നത്തൊക്കെയാണ് കാലൻ വരുന്നത്, എന്നാണ് പാസ്പോർട്ട് കീറുന്നത് എന്നുള്ള ശങ്കയിലായിരുന്നു ജീവിതം. അതിൽ നിന്നാണ് ഇതിന്റെ കൃതകൃത്യത കണ്ടുപിടിച്ച് വ്യക്തമാക്കി കൊടുക്കുന്നത്. അപ്പോ പ്രിയ പ്രേക്ഷകരെ, നിങ്ങളൊരു കാര്യം ചെയ്യുക. ദശാസന്ധി എന്ന് പറഞ്ഞ് ആരെങ്കിലും നിങ്ങളെ പേടിപ്പിച്ചാൽ, ചിലപ്പോൾ സത്യമായിരിക്കും കേട്ടോ, വിവരമുള്ള ഒരു ജ്യോത്സ്യൻ അല്ലെങ്കിൽ വിവരമുള്ള ഒരു ദൈവജ്ഞൻ ദശാസന്ധി പറഞ്ഞാൽ നമ്മൾ അയാളെ പുച്ഛിക്കരുത്. പക്ഷെ നമ്മളൊന്ന് കൃത്യമായി അത് കണക്ക് കൂട്ടി നോക്കുക. ഈ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും കമ്പ്യൂട്ടറിൽ കൊടുത്ത് കമ്പ്യൂട്ടറിൽ ഇതിന്റെ ബാലൻസ് ദശ രണ്ടും എടുക്കുക. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ഇതിനകത്ത് ദശാസന്ധി എത്ര മാസത്തെ വ്യത്യാസത്തിലാണ് പോകുന്നത്. അതാണ് ഏറ്റവും നല്ല കാര്യം. ആ ഒരു കാര്യത്തിന് നമുക്ക് കമ്പ്യൂട്ടറിനെ വിശ്വസിക്കാം. ഒരു കാരണവശാലും അവിശ്വസിക്കേണ്ട കാര്യമില്ല. അപ്പോ ഈ കൊച്ചു വിഷയമല്ല, ഇത് വലിയൊരു വിഷയമാണ്. വലിയ ഒരു മാരക രോഗത്തെ കുറിച്ച് പറഞ്ഞ് അതിന്റെ ചികിത്സയാണ് ഞാൻ ഇവിടെ നിർദ്ദേശിച്ചത്. ഇനി ദശാസന്ധി വരുന്ന സമയത്ത് നമുക്ക് ഒരു 8 or 10 മാസത്തെ ദശാസന്ധിയാണ് വരുന്നത് എങ്കിൽ നമുക്ക് വേണമെങ്കിൽ ശിവക്ഷേത്രത്തിൽ ധാര, വിളക്ക് അല്ലെങ്കിൽ ശതകലശം മുതലായ കാര്യങ്ങൾ നടത്താം. മൃത്യുഞ്ജയനാണല്ലോ, സാക്ഷാൽ മഹാദേവൻ മൃത്യുഞ്ജയനാണ്. മൃത്യുഞ്ജയ മന്ത്രം ജപിക്കാം. മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നത് വളരെ വിശേഷമാണ്. മനസ്സിലെ ഭയം അകലും, ഈ അതിമൃത്യുദോഷങ്ങൾ ദൂരെ മാറിപ്പോകും, മുതലായ കാര്യങ്ങൾ സംഭവിക്കും. ഇത് ഒരു ചെറിയ അറിവായി പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് എല്ലാ ഞായറും എല്ലാ ബുധനും നമുക്കിതുപോലെ അറിവുകൾ പങ്കിടാൻ വീണ്ടും കാണാം. തൽക്കാലം ഇവിടെ നിർത്തുന്നു. ജയ് ഹിന്ദ്.